ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത അപ്പികളല്ല ഒന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പറ്റൂല. പിന്നെ പറയാമേ. ഹൈ ഗായ്സ്, ദാറ്റ് വാസ് മൈ ക്യൂട്ട് ട്രിവാൻഡ്രം കസിൻ. ഇനി ഗ്രേറ്റ് ഫാദർ റിലീസാകാൻ വെറും 2 ദിവസമേ ഉള്ളൂ. മാർച്ച് 30 ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിലെത്തും. ഇത്രയും ഹൈപ്പ് ലഭിച്ചൊരു സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് വന്ന പുലിമുരുകനും വലിയ ഹൈപ്പിലാണ് തിയേറ്ററിൽ വന്നത്. പക്ഷേ ഇതിലും ഹൈപ്പ് പുലിമുരുകന് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്രയും പ്രതീക്ഷയാണ് എല്ലാവർക്കും ഗ്രേറ്റ് ഫാദറിലുള്ളത്. ഈ ചിത്രം ഇക്കയുടെ ഒരു തിരിച്ചുവരവായിരിക്കും എന്നാണ് പലരും വിശ്വസിക്കുന്നത്. മമ്മൂക്കയുടെ ഈ ചിത്രം നമ്മൾ വിചാരിക്കുന്നതിനും മുകളിൽ പോകട്ടെ, അല്ലെങ്കിൽ കിട്ടിയ ഹൈപ്പിനോട് നീതി പുലർത്താനാകട്ടെ, ഇത് മമ്മൂക്കയുടെ ഒരു വമ്പൻ തിരിച്ചുവരവാകട്ടെ. ഈ കഴിഞ്ഞ ദിവസം ദ ഗ്രേറ്റ് ഫാദറിന്റെ 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സെൻസർ കോപ്പി ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അത് ലീക്കായതാണോ ലീക്കാക്കിയതാണോ? എഡിറ്റിംഗ് റൂമിലെ ആൾക്കാരറിയാതെ ഏതായാലും ഇത്രയും ദൈർഘ്യമുള്ള ഒരു രംഗം ലീക്കാകില്ല. ചിലപ്പോൾ ഇത് ചിത്രത്തിന്റെ പ്രൊമോഷനായിട്ട് ലീക്കാക്കിയതായിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ, ഗ്രേറ്റ് ഫാദറിന്റെ പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്, യൂട്യൂബിലെ ടീസറുകളും മോഷൻ പോസ്റ്ററുകളും. പക്ഷേ ഈ 1.5 മിനിറ്റുള്ള വീഡിയോ, ഞാൻ ഇതുവരെ ഗ്രേറ്റ് ഫാദറിന്റെ കണ്ടതിൽ ഏറ്റവും മികച്ച വീഡിയോ ആണിത്. ഈ വീഡിയോ തന്ന പ്രതീക്ഷ ചില്ലറയല്ല. ആ രംഗത്തിലെ ഇക്കയുടെ ആക്ടിങ് എൻ്റെ ഒപ്പം ഒരു രക്ഷയില്ല. ലാലേട്ടൻ ദ കംപ്ലീറ്റ് ആക്ടർ ആണെങ്കിലും ഇമോഷന്റെ കാര്യത്തിൽ ഇക്കയെ തോപ്പിക്കാൻ കേരളത്തിലല്ല ഇന്ത്യയിൽ ആരുമില്ല. സത്യം പറഞ്ഞ ആ 1.5 മിനിറ്റുള്ള ദൈർഘ്യം കണ്ടപ്പോൾ, പ്രത്യേകിച്ചും ഇക്കയുടെ ആ മുഖഭാവം കണ്ടപ്പോൾ, ഇക്കയുടെ അഭിനയം കണ്ടപ്പോൾ സത്യമായിട്ടും വല്ലാതെ ഫീലായി. മാർച്ച് 30 ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ ഇറങ്ങുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കൂ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നന്ദി.